വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക മുന്നേറ്റങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കില് രണ്ടാമത്തെ ക്ലാസ് ആണ് ഇന്ന്. കഴിഞ്ഞ ക്ലാസ്സില് പഴശ്ശി യുദ്ധങ്ങളെ കുറിച്ച്, രണ്ട് യുദ്ധങ്ങൾ അല്ലെ, അഞ്ചുതെങ്ങ് കലാപം, ആറ്റിങ്ങൽ കലാപം, അതൊക്കെ പഠിച്ചു. ഇന്ന് ബാക്കി ഭാഗമാണ്. ഇന്ന് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് നായർ പട്ടാളം ലഹളയാണ്. എവിടെയാ നായർ പട്ടാള ലഹള നടന്നേ, ആരുടെ കാലത്താ നടന്നേ, എന്നാ നടന്നേ, എന്താണ് അതിന്റെ കാരണം, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത്. നായർ പട്ടാളം ലഹള നടന്നത് തിരുവിതാംകൂറിലാണ്. തിരുവിതാംകൂറില് വേലുത്തമ്പി ദളവയായിരുന്നു അന്നത്തെ കാലത്ത് ദിവാൻ. നമ്മൾ കേട്ടിട്ടുണ്ട് വേലുത്തമ്പി ദളവയെ കുറിച്ചൊക്കെ, അത് പറയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് അല്ലെ. അപ്പൊ തിരുവിതാംകൂറില് വേലുത്തമ്പി ദളവ ദിവാനായിരുന്ന സമയത്ത് തിരുവിതാംകൂറിലെ ബ്രിട്ടീഷുകാർക്ക് സൈനിക ആവശ്യത്തിനായിട്ട് കൊടുക്കേണ്ട തുക അധികമായി വന്നപ്പോ ഈ വേലുത്തമ്പി ദളവ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പട്ടാളത്തിന്റെ ആനുകൂല്യം കുറച്ചു. അപ്പൊ തിരുവിതാംകൂറിൽ പട്ടാളക്കാർക്ക് കൊടുത്തിരുന്ന ആനുകൂല്യം എന്തായി? പട്ടാളക്കാർക്ക് കൊടുത്തിരുന്ന ആനുകൂല്യങ്ങൾ ആര് കുറച്ചു? നമ്മുടെ വേലുത്തമ്പി ദളവ കുറച്ചു. കാരണം വേറൊന്നുമില്ല, അതായത് ബ്രിട്ടീഷുകാർക്ക് കൊടുക്കാനുള്ള തുക കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ വേറെ നിവൃത്തിയില് ബ്രിട്ടീഷുകാര് നമ്മുടെ നാട്ടിൽ വന്ന് അവർക്ക് അവരുടെ സൈനികരെ നമ്മൾ ഇവിടുന്ന് എന്താ പറയാ, കാശ് കൊടുത്ത് ഭക്ഷണമൊക്കെ കൊടുത്ത് നിർത്തേണ്ട ഗതികേടാണ്. അപ്പൊ അത് കൊടുക്കാൻ പറ്റാണ്ടായപ്പോ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ ആനുകൂല്യങ്ങൾ കുറച്ചു. നായർ പട്ടാളക്കാരുടെ ആനുകൂല്യങ്ങൾ കുറച്ചു. അതിനെതിരെ അവർ നടത്തിയ ലഹളയാണ് നായർ പട്ടാളം ലഹള എന്ന് പറയുന്നത്. അത് നടന്ന വർഷം 1804-ലാണ്. അപ്പൊ നിങ്ങൾ ഇത്ര പഠിച്ചാൽ മതി. 1804 നായർ പട്ടാളം ലഹള നടന്നു. തിരുവിതാംകൂറിലാണ് നടന്നത്. ആരുടെ കാലത്താണ്? നമ്മുടെ വേലുത്തമ്പി ദളവയുടെ കാലത്താണ്. എന്താ കാരണം എന്ന് ക്ലിയർ ആയില്ലേ? തിരുവിതാംകൂറിലെ ബ്രിട്ടീഷുകാർക്ക് സൈനിക ആവശ്യത്തിനായി കൊടുക്കേണ്ട തുക അധികമായിട്ട് വന്നപ്പോൾ വേലുത്തമ്പി ദളവ നായർ പട്ടാളത്തിന്റെ ആനുകൂല്യം കുറച്ചതിനെ തുടർന്നുണ്ടായ ലഹളയെ വിളിക്കുന്ന പേരാണ് നായർ പട്ടാളം ലഹള. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, കുണ്ടറ വിളംബരം. ഈ കുണ്ടറ വിളംബരം ആര് വിളംബരം നടത്തിയെന്നും എന്ന് നടത്തി, അതിന്റെ മലയാളം ഇംഗ്ലീഷ് വർഷങ്ങൾ വരെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. എന്തിനാണ് കുണ്ടറ വിളംബരം നടത്തിയത്? ബ്രിട്ടീഷുകാരുടെ ദുർഭരണത്തിനെതിരെ നടത്തിയതാണ്. തിരുവിതാംകൂറിൽ നിന്നും ബ്രിട്ടീഷുകാരെ തുരത്തി ഓടിക്കാൻ വേണ്ടി വേലുത്തമ്പി ദളവ നടത്തിയ ഒരു വിളംബരത്തെയാണ് കുണ്ടറ വിളംബരം എന്ന് പറയുന്നത്. ഇളമ്പള്ളൂർ എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട്. കുണ്ടറയിലെ ഇളമ്പള്ളൂർ എന്ന് പറയുന്ന ക്ഷേത്രത്തിലാണ് ഈ വിളംബരം ഇദ്ദേഹം നടത്തിയത്. 984 മകരമാസം 1-ാം തീയതി അല്ലെങ്കിൽ 1809 ജാനുവരി മാസം 11-ാം തീയതിയാണ് കുണ്ടറ വിളംബരം നടത്തിയത്. ആരാ നടത്തിയത്? വേലുത്തമ്പി ദളവയാണ് നടത്തിയത്. വേലുത്തമ്പി ദളവ ട്ടോ. അപ്പൊ എന്താണ്? ബ്രിട്ടീഷുകാരെ തിരുവിതാംകൂറിൽ നിന്നും അമർച്ച ചെയ്യാൻ, അവരുടെ ദുർഭരണത്തെ തിരുവിതാംകൂറുകാരെ സംരക്ഷിക്കാൻ, ദുർഭരണത്തിൽ നിന്ന് തിരുവിതാംകൂറുകാരെ സംരക്ഷിക്കാനായിട്ട് 984 മകരമാസം 1-ാം തീയതി 984 മകരമാസം 1-ാം തീയതി അല്ലെങ്കിൽ 1809 ജാനുവരി മാസം 11-ാം തീയതി വേലുത്തമ്പി ദളവ കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രത്തിൽ നടത്തിയ വിളംബരത്തെയാണ് കുണ്ടറ വിളംബരം എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് PSC പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് എന്താ? കുറിച്യർ ലഹള. എന്താണ് കുറിച്യർ ലഹള? കുറിച്യർ ലഹള എന്നാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. കുറിച്യർ ലഹള നടന്നത് 1812-ലാണ്. 1812. കുറിച്യർ ലഹളയുടെ പ്രധാന കാരണം എന്താണ്? ഗോത്രവർഗക്കാരായിട്ടുള്ള കുറിച്യർ എന്ന് പറയുന്ന വിഭാഗം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറുമ്പർ എന്ന് പറയുന്ന വിഭാഗം ഉണ്ടായിരുന്നു. കുറിച്യർ ലഹള എന്ന് പറയുന്നുവെച്ചാലും കുറിച്യരും കുറുമ്പരും ഇതില് ലഹളയിൽ പങ്കാളികളായിരുന്നു. ആ കുറുമ്പരുടെ മേൽ ബ്രിട്ടീഷുകാര് എന്ത് ചുമത്തി? നികുതി ചുമത്തി. അപ്പൊ ഗോത്രവർഗക്കാരായിട്ടുള്ള കുറിച്യർ കുറുമ്പർ വിഭാഗക്കാരുടെ മേല് ബ്രിട്ടീഷുകാർ നികുതി ഏർപ്പെടുത്തിയതിനെതിരെ നടത്തിയ സമരത്തെയാണ് കുറിച്യർ ലഹള എന്ന് പറയുന്നത്. അങ്ങനെ നികുതി ഏർപ്പെടുത്തിയത് തോമസ് വാർഡൻ എന്ന ബ്രിട്ടീഷുകാരനാണ്. നികുതി ഏർപ്പെടുത്തിയത് തോമസ് വാർഡൻ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരനാണ്. ഈ നികുതി ഏർപ്പെടുത്തിയതിനെതിരെ വയനാട് ജില്ലയില് കുറിച്യർ കുറുമ്പർ വിഭാഗത്തിലുള്ള ആൾക്കാര് നേതാവായ രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ നടത്തിയ ലഹളയെ കുറിച്യർ ലഹള. ഈ കുറിച്യർ ലഹളയുടെ നേതാവാര് രാമൻ നമ്പി. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി എന്താണ് ഇവരെ എന്താണ്? വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക,
വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യത്തോട് കൂടിയിട്ടാണ് എന്ത് പറയുന്നത്, ഇവരൊരു മുദ്രാവാക്യത്തോട് കൂടിയിട്ടായി ഈ സമരം നയിച്ചെന്നാ പറയണേ രാമൻ നമ്പി. അപ്പൊ കുറിച്യർലകൾ 1812 നടന്നു, വയനാട്ടിൽ നടന്നു. വയനാട്ടിലെ കുറിച്യർ, കുറുമ്പർ തുടങ്ങിയ ഗോത്ര വിഭാഗങ്ങൾക്കെതിരെ ബ്രിട്ടീഷുകാർ ചുമത്തിയ നികുതി നയത്തിന് നികുതി കൊടുക്കാൻ പറഞ്ഞപ്പോ ആർക്കും ഇഷ്ടപ്പെട്ടില്ല, കുറിച്യർക്ക് കുറുമ്പർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അവരുടെ നേതാവായി രാമൻ നമ്പി വന്നു. ആ രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ ലഹള തുടങ്ങി. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യത്തോട് കൂടിയിട്ടായിരുന്നു ലഹള. ഈ നികുതി ഏർപ്പെടുത്തിയത് തോമസ് വാർഡൻ ആയിരുന്നു. ആരാണ്? തോമസ് വാർഡൻ. എത്രയൊക്കെ ലഹള ഉണ്ടാക്കിയാലും 1812 മെയ് മാസം 8-ാം തീയതി ആയപ്പോ ലഹള ബ്രിട്ടീഷുകാരെ അടിച്ചമർത്തി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷേ ടി എച്ച് ബേബർ, ടി എച്ച് ബേബർ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരൻ പറയാണേ, അതായത് ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അതായത് ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക്, അതായത് ഈ കുറിച്യർക്കും കുറുമ്പർക്കും കഴിഞ്ഞു എന്ന് വെച്ചാലേ രാജ്യം അവരുടെ കയ്യിൽ തന്നെ വന്നേനെന്ന്, ബ്രിട്ടീഷുകാരെ ഇവിടെ വിട്ട് പോണ്ടി വന്നേനെന്ന് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ ടി എച്ച് ബേബർ കുറിച്യർ ലഹളയെ വിശേഷിപ്പിച്ചു എന്നും കൂടി ഓർത്തു വെക്കുക. കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അത് രചിച്ചത് കുമാരൻ വയലേരി എന്ന് പറയുന്ന ആളാണ്. അപ്പൊ കുമാരൻ വയലേരി രചിച്ച പ്രശസ്തമായിട്ടുള്ള പുസ്തകമാണ് എന്താണ്? കുറിച്യരുടെ, ആരാണ്? കുറിച്യരുടെ ജീവിതവും സംസ്കാരവും. അപ്പൊ കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്ന് പറയുന്ന കൃതി രചിച്ചത് കുമാരൻ വയലേരി. ക്ലിയർ ആയില്ലേ? അപ്പൊ പറഞ്ഞേ എന്താണ് കുറിച്യർ ലഹള? 1812 നമ്മുടെ ബ്രിട്ടീഷുകാരനായ തോമസ് വാർഡൻ കുറിച്യർ കുറുമ്പർ വിഭാഗത്തിൽ, വയനാട്ടിലെ ഗോത്രവർഗക്കാരായിട്ടുള്ള കുറിച്യർ കുറുമ്പർ വിഭാഗന്മാരുടെ മേല് നികുതി ഏർപ്പെടുത്തിയതിനെതിരെ കുറിച്യരുടെയും കുറുമ്പരുടെയും നേതാവായ രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ വയനാട് ജില്ലയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ലഹളയെ കുറിച്യർ ലഹള എന്ന് വിളിക്കുന്നു. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നതാണ് അതിന്റെ മുദ്രാവാക്യം. തോമസ് വാർഡനാണ് നികുതി ഏർപ്പെടുത്തിയത്. 1812 മെയ് 8-ന് ലഹള അടിച്ചമർത്തി. ടി എച്ച് ബേബർ ഈ കുറിച്യർ ലഹളയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന്. കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്ന് പറയുന്ന കൃതി രചിച്ചത് കുമാരൻ വയലേരിയാണ്. അപ്പൊ ഇത്രയും കഴിഞ്ഞു. ഇനി അടുത്ത ഇതുപോലെ തന്നെയുള്ള ഒരു കലാപമാണ്. ആ കലാപത്തിന്റെ പേര് മലബാർ കലാപം എന്നാണ്. എന്താ കലാപത്തിന്റെ പേര്? മലബാർ കലാപം. അപ്പൊ എന്താ മലബാർ കലാപം എന്ന് പറഞ്ഞ ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് മലബാർ കലാപം? ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മലബാർ കലാപം എന്ന് ഉത്തരം പറയും. അത് ഒരു ഉത്തരം. ഈ ഖിലാഫത്ത് പ്രസ്ഥാനം മലബാറിൽ ശക്തമായതോടുകൂടി മലബാറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പല സ്ഥലത്തും എന്തുണ്ടായി? ഏറ്റുമുട്ടലുകൾ, സമരങ്ങളൊക്കെ ഉണ്ടാവുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ 1836 മുതലാണ് ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം കലാപങ്ങൾ. 1836 മുതൽ എന്നാണ് പറയുന്നത്. 36 മുതൽ ചെറുതും വലുതുമായിട്ടുള്ള അനേകം കലാപങ്ങള് എവിടെ പൊട്ടിപ്പുറപ്പെടുകയുണ്ടായി? മലബാറിൽ പൊട്ടിപ്പുറപ്പെടുകയുണ്ടായി. അതില് തന്നെ മലബാറിലെ ഏറനാട്, അതുപോലെ തന്നെ വള്ളുവനാട്, ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിൽ, ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലായി മലബാറിലെ കർഷകരായിട്ടുള്ള മാപ്പിളമാർ നേതൃത്വം നൽകിയ ശക്തമായിട്ടുള്ള പോരാട്ടം ഉണ്ടായത് 1921 ഈ കലാപത്തെയാണ് മലബാർ കലാപം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പൊ ഖിലാഫത്ത് സമരവുമായിട്ട് ബന്ധപ്പെട്ട് ആണ് ശരിക്കും മലബാർ കലാപം കേരളത്തിൽ ഉണ്ടാവണേ. 1836 മുതൽ പല പല സ്ഥലങ്ങളിലും ചെറിയ ചെറിയ കലാപങ്ങളൊക്കെ പൊട്ടിപ്പുറപ്പെട്ടു. പക്ഷേ മലബാറിൽ ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിൽ 1921 മലബാറിലെ കർഷകരായിട്ടുള്ള മാപ്പിളമാർ നേതൃത്വം നൽകിയ ശക്തമായിട്ടുള്ള പോരാട്ടങ്ങളെ നമ്മൾ മലബാർ കലാപം എന്ന് വിളിക്കുന്നു. ക്ലിയർ ആയില്ലേ? മലബാർ കലാപത്തിന് പെട്ടെന്നുള്ള കാരണം എന്ത് എന്ന് ചോദിച്ചാൽ, ഈ ഏറനാട്, വള്ളുവനാട് താലൂക്കുകളിലൊക്കെ പെട്ടെന്നുണ്ടാവാൻ, കലാപം ഉണ്ടാവാൻ കാരണം എന്താന്ന് ചോദിച്ചാൽ പൂക്കോട്ടൂർ കലാപമാണ് എന്ന് നമുക്ക് പറയാം. അപ്പൊ പൂക്കോട്ടൂർ കലാപമാണ് ഈ മലബാർ കലാപത്തിന്റെ തുടക്കം. പൂക്കോട്ടൂർ കലാപം എന്നുണ്ടായേ? 1921 ഓഗസ്റ്റ് മാസം 20-ാം തീയതിയാ.
എന്താ പൂക്കോട്ടൂർ കലാപം എന്ന് പറഞ്ഞ? പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ഉണ്ടായിരുന്നു. ആ സെക്രട്ടറിയുടെ പേര് വടക്കേ വീട്ടിൽ മുഹമ്മദ് എന്നാണ്. ഈ വടക്കേ വീട്ടിൽ മുഹമ്മദ് എന്ന് പറയുന്ന ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറിയെ എന്ത് ചെയ്തു ഇവര്? അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. അതിനെതിരെ നടന്ന കലാപത്തെയാണ് പൂക്കോട്ടൂർ കലാപം എന്ന് പറയുന്നത്. ഈ പൂക്കോട്ടൂർ കലാപമാണ് മലബാർ കലാപത്തിന്റെ പെട്ടെന്നുണ്ടാവാൻ കാരണം. ക്ലിയർ ആയില്ലേ? അപ്പോ മലബാർ കലാപത്തിന്റെ പ്രധാന കേന്ദ്രം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് തിരൂരങ്ങാടി പറയണം. ഏതാണ്? തിരൂരങ്ങാടി. ഏതൊക്കെ താലൂക്കുകളിലാ? ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളില്. പക്ഷെ കലാപത്തിന്റെ കേന്ദ്രം ഏതായിരുന്നു? തിരൂരങ്ങാടിയായിരുന്നു കലാപത്തിന്റെ കേന്ദ്രം. ഈ മലബാർ കലാപവുമായി ഇപ്പൊ പല സ്ഥലത്തും കലാപം ഉണ്ടായില്ലേ? കലാപം ഉണ്ടായപ്പോ അവിടെ കലാപങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കളക്ടർ വധിക്കപ്പെട്ടു. ആ കളക്ടറുടെ പേര് HV കനോലി എന്നാണ്. കനോലി പ്ലോട്ടൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങളാ? നമ്മൾ മലപ്പുറം ജില്ല പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ കനോലി അല്ലെ? അപ്പൊ കനോലി, HV കനോലി എന്ന് പറയുന്ന ആള് വധിക്കേണ്ടായിട്ടാ. ഇനി അടുത്തത് മലബാർ കലാപത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരാന്ന് ചോദിച്ചാൽ നമ്മൾ പറയും, ഒന്ന് വാര്യൻ കുന്നത്ത് മുഹമ്മദ് ഹാജി. ആരാണ്? വാര്യൻ കുന്നത്ത് മുഹമ്മദ് ഹാജി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. വാര്യൻ കുന്നത്ത് മുഹമ്മദ് ഹാജി മലബാർ കലാപത്തിന്റെ പ്രധാനപ്പെട്ട ഒരാളാണ്. മലബാർ കലാപത്തിന്റെ ഒരാള്. അടുത്തത് സീതി കോയ തങ്ങളുണ്ട്. ആരാണ്? സീതി കോയ തങ്ങളുണ്ട്. അടുത്തത് അലി മുസലിയാർ ഉണ്ട്. ഇവരൊക്കെ പ്രധാനപ്പെട്ട ആൾക്കാരാ. ആരാണ്? അലി മുസലിയാർ, സീതി കോയ തങ്ങൾ, വാരിൻകുന്നത്ത് മുഹമ്മദ് ഹാജി തുടങ്ങിയവർ മലബാർ ലഹളയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അപ്പോ 1921 മലബാർ കലാപത്തില് ഈ വാര്യൻകുന്നത്ത് മുഹമ്മദ് ഹാജിക്ക് ഒന്ന് രണ്ട് വിശേഷണങ്ങളുണ്ട്. ഈ ലഹളയുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തെ വിളിക്കുന്നത് ഒന്ന് ഹിന്ദുക്കളുടെ രാജാവ്. എന്താ വിളിക്കണേ? ഹിന്ദുക്കളുടെ രാജാവ്. മുസ്ലിങ്ങളുടെ അമീർ. അതുപോലെ തന്നെ ഖിലാഫത്ത് ആർമിയുടെ കേണൽ എന്നൊക്കെ സ്വയം വിശേഷിപ്പിച്ച വ്യക്തിയാണ്. ആര്? സ്വയാട്ടോ, മറ്റുള്ളവർ വിശേഷിപ്പിച്ചതൊന്നല്ല. വാര്യംകുന്നത്ത് മുഹമ്മദ് ഹാജി അയാളെ തന്നെ പൊക്കി പറയാണ്, ഞാൻ ഹിന്ദുക്കളുടെ രാജാവാണ്, മുസ്ലിങ്ങളുടെ അമീറാണ്, ഖിലാഫത്ത് ആർമിയുടെ കേണലാണ്. വാര്യംകുന്നത്ത് മുഹമ്മദ് ഹാജി ആരാ? മലബാർ കലാപത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാള്. വാര്യംകുന്നത്ത് മുഹമ്മദ് ഹാജിയും സീതി കോയ തങ്ങളും അലി മുസ്ലിയാറൊക്കെ. ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? ഇപ്പോ താൽക്കാലിക മലബാർ ലഹളയുടെ താൽക്കാലിക വിജയമൊക്കെ ഉണ്ടായി. വിജയത്തിന് ശേഷം നമ്മള് ആരെയാണ് മലബാറിലെ ഭരണാധിപനായിട്ട് ഭരണാധിപനായിട്ട് നിയോഗിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് അലി മുസ്ലിയാറെയാണ്. ആരെയാണ്? അലി മുസ്ലിയാറെ താൽക്കാലിക വിജയത്തിന് ശേഷം ഭരണാധിപനൊക്കെ ആയിട്ട് അവരോധിച്ചു. അങ്ങനെ മലപ്പുറം ജില്ലയില് ഭംഗിയായിട്ട് ആ സമരം അങ്ങനെ മുന്നോട്ട് പോവായിരുന്നു കേട്ടോ. പക്ഷെ എങ്ങനെയാണെങ്കിലും നമുക്ക് അറിയാം ഇതൊക്കെ അടിച്ചമർത്തും. കാരണം കർഷകരുടെ കലാപങ്ങളല്ലേ, അത്ര ഗംഭീരമായിട്ടുള്ള കാർഷിക കലാപങ്ങളാണ്. കർഷകരായിട്ടുള്ള മാപ്പിളമാര്, കാരണം എന്തുകൊണ്ടാ വെച്ചാല് കർഷകരായിട്ടുള്ള ഒരു കുറെ പേര് മാപ്പിളമാര് ഈ നികുതിയൊക്കെ പിരിച്ചിരുന്നത് ഹിന്ദുക്കൾ. അപ്പൊ ആ ഒരു വർഗീയതയും കൂടി ഈ കലാപം ഉണ്ടാവാനുള്ള ഒരു കാരണമായിരുന്നു എന്ന് നിങ്ങളൊന്ന് ഓർത്തു വെച്ചത് നല്ലതാട്ടോ. ഇനി അടുത്തത് മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയിലെ താനൂർ എന്ന് പറയുന്ന ഒരു കടപ്പുറുണ്ട്. മലപ്പുറം ജില്ലയിലെ ഒരു കടപ്പുറത്തിന്റെ പേരാണ് താനൂര് കടപ്പുറം കേട്ടോ. ഈ താനൂര് കടപ്പുറത്ത് നിന്ന് ബ്രിട്ടീഷുകാര് ഒരാളെ ഈ മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത് പിന്നീട് അദ്ദേഹത്തെ എന്ത് ചെയ്തു? വധശിക്ഷയ്ക്കൊക്കെ വിധേയനാക്കി. അപ്പൊ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഒരു ഭടനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ പേര് വക്കം അബ്ദുൽ ഖാദർ എന്നാണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. വക്കം അബ്ദുൽ ഖാദർ. അപ്പൊ എന്താണെന്ന് പഠിച്ചു വെച്ച മക്കളെ? അതായത് മലപ്പുറം ജില്ലയിലെ താനൂർ കടപ്പുറത്തു നിന്നും ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് പിന്നീട് വധശിക്ഷയ്ക്ക് വിധേയനാക്കിയ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഭടനാണ് വക്കം അബ്ദുൽ ഖാദർ. ക്ലിയർ ആയില്ലേ? മലബാർ കലാപം ഇങ്ങനെ ഉണ്ടായപ്പോ അത് എന്താണ് ഇതിന്റെ കാരണം എന്ന് മലബാർ കലാപത്തെ കുറിച്ച് അന്വേഷണം നടത്തിയത് ആര്? അന്വേഷണ കമ്മീഷൻ എന്നൊക്കെ പറയില്ലേ നമ്മള്? അന്ന് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അന്വേഷണം നടത്തിയത് ആര് എന്ന് ചോദിച്ചാൽ TL സ്ട്രേഞ്ച് കമ്മീഷൻ ട്ടോ.
TL സ്ട്രേഞ്ച് കമ്മീഷനാണ് മലബാർ കലാപത്തെ കുറിച്ച് അന്വേഷണമൊക്കെ നടത്തിയത്. ആരാണ്? TL സ്ട്രേഞ്ച് കമ്മീഷൻ. മലബാറിലെ മാപ്പിള ലഹളയുടെ പ്രധാനപ്പെട്ട കാരണം ജന്മിത്വം അതുമായിട്ട് ബന്ധപ്പെട്ട കാർഷിക പ്രശ്നങ്ങളാണ് എന്ന് ഒരാൾ ചൂണ്ടിക്കാട്ടി. അദ്ദേഹം അന്നത്തെ മലബാറിലെ കളക്ടർ ആയിരുന്നു. മലബാർ കളക്ടർ അദ്ദേഹം ആരാണ് എന്ന് നമ്മൾ പഠിച്ചു വെക്കണം. പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിക്കാറുള്ള ഒരാളാണ്. ആരാണ് അദ്ദേഹം? വില്യം ലോഗൻ. വില്യം ലോഗന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള പുസ്തകം ഏതാണ്? മലബാർ മാനുവൽ. ഏതാണ്? മലബാർ മാനുവൽ. മലബാർ മാനുവൽ രചിച്ചത് ആരാണ്? വില്യം ലോഗനാണ്. ഈ വില്യം ലോഗൻ അന്ന് മലബാറിലെ കളക്ടർ ആയിരുന്നു. അപ്പൊ അദ്ദേഹം പറയാണ് മാപ്പിള ലഹളയുടെ അടിസ്ഥാന കാരണം ജന്മിത്വവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാർഷിക പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്, വേറൊന്നുമല്ല. അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊരു അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് വില്യം ലോഗൻ കളക്ടർ ആയിരുന്നു അപ്പൊ തന്നെ പറഞ്ഞു. മലബാറിലെ മാപ്പിള കലാപത്തെ കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷൻ. അപ്പോ എന്താ നേരത്തെ നമ്മൾ പറഞ്ഞേ? മലബാർ കലാപത്തെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ TL സ്ട്രേഞ്ച് കമ്മീഷൻ. മാപ്പിള കലാപത്തെ കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷൻ ആരാണ്? വില്യം ലോഗൻ കമ്മീഷൻ. വില്യം ലോഗൻ അയാള് കൃത്യമായിട്ട് കാര്യം പറഞ്ഞില്ലേ മാപ്പിള കലാപത്തിന്റെ കാരണം എന്താണെന്ന്. ഇനി അടുത്തത് നോക്കൂ. അതായത് മലബാർ കലാപത്തിൽ പങ്കെടുത്തു കുറെ ആൾക്കാരുണ്ടായിരുന്നു. കുറെ ആൾക്കാരൊക്കെ ഇവരെന്ത് ചെയ്തു? എന്താ പറയാ, വധശിക്ഷയ്ക്കൊക്കെ വിധേയനാക്കി. അതിന് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ പഠനമാണ് വക്കം അബ്ദുൽ ഖാദർ നമ്മൾ പഠിച്ചു. ചില ആൾക്കാർ ഇവരെന്ത് ചെയ്തു എന്നറിയോ? അവരെ അറസ്റ്റ് ചെയ്തിട്ട് നാട് കടത്തി. അങ്ങനെ നാട് കടത്തിയത് എങ്ങോട്ടൊക്കെയാന്ന് നമ്മളോട് ചോദിക്കാട്ടോ മക്കളെ. ആൻഡമാൻ നിക്കോബാറിലേക്കും അതുപോലെ തന്നെ ബോട്ടണി ബേയിലേക്കും. എവിടേക്കാണ്? ആൻഡമാൻ നിക്കോബാറിലേക്കും ബോട്ടണി ബേയിലേക്കും. ബോട്ടണി ബേ എവിടെയാ? ഓസ്ട്രേലിയയിലെ ബോട്ടണി ബേയിലേക്കും ആൻഡമാൻ നിക്കോബാറിലേക്കുമാണ് മലബാർ കലാപത്തിൽ പങ്കെടുത്തവരെ നാട് കടത്തിയത് എന്ന് ഓർക്കുക. 1921 മലബാർ കലാപത്തിലെ ബ്രിട്ടീഷ് പോലീസിനെ ശക്തമായി നേരിട്ടൊരു മലയാളി വനിതയുണ്ട്. അവരുടെ പേര് കമ്മത്ത് ചിന്നമ്മ എന്നാണ്. ആരാണ്? കമ്മത്ത് ചിന്നമ്മ. അപ്പൊ മലയാളി വനിത കമ്മത്ത് ചിന്നമ്മയുണ്ട്. കമ്മത്ത് ചിന്നമ്മയെ കൂടാതെ വാര്യൻകുന്നത്ത് മുഹമ്മദ് ഹാജി, CD കോയ തങ്ങൾ, അലി മുസ്ലിയാർ ഒക്കെ നേതാക്കന്മാരായിട്ടുണ്ടായിരുന്നു. വക്കം അബ്ദുൽ ഖാദറിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി. കുറെ ആൾക്കാരെ ആൻഡമാനിലേക്കും ബോട്ടണി ബേയിലേക്കൊക്കെ ഇവർ പറഞ്ഞു വിട്ടു. ഇനി മലബാർ കലാപം പഠിക്കുമ്പോൾ നമ്മുടെ മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ട് ആശാൻ ആശാൻ എഴുതിയൊരു കൃതിയുണ്ട്, കുമാരനാശാൻ. ഏതാ കൃതി? ദുരവസ്ഥ. ഏതാണ്? ദുരവസ്ഥ. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ആശാന്റെ കൃതി ദുരവസ്ഥ. മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ട് ഉറൂബിന്റെ കൃതി ഏതാണ്? ഉറൂബ് രചിച്ചത് ഏതാണ്? സുന്ദരികളും സുന്ദരന്മാരും. എത്രയോ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതെന്നറിയോ? സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവൽ ആരുടെയാണ്? ഉറൂബിന്റെയാണ് എന്ന് മനസ്സിലാക്കണം കേട്ടോ. ഇനി അടുത്തത് മലബാർ കലാപം എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകമുണ്ട്. കെ മാധവൻ നായരുടെയാ. കെ മാധവൻ നായരുടെ പുസ്തകം ഏതാണ്? മലബാർ കലാപം. അപ്പൊ മലബാർ കലാപം എന്ന് പറയുന്ന പുസ്തകം ആരുടെയാണ്? കെ മാധവൻ നായർ. മലബാർ കലാപം എന്ന് പറയുന്ന പുസ്തകം കെ മാധവൻ നായർ. മലബാർ കലാപം പശ്ചാത്തലമാക്കി IV ശശി 1921 എന്ന് പറയുന്ന ഒരു സിനിമയും സംവിധാനം ചെയ്തിട്ടുണ്ട്. IV ശശിയുടെ സിനിമയാണ് 1921. അപ്പൊ ആശാന്റെ കൃതി ദുരവസ്ഥ, ഉറൂബിന്റെ കൃതി സുന്ദരികളും സുന്ദരന്മാരും, കെ മാധവൻ നായരുടെ മലബാർ കലാപം, IV ശശിയുടെ സിനിമ 1921. അപ്പൊ ഇത്രയാണ് നമുക്ക് മലബാർ കലാപം. ഇതുപോലെ തന്നെ ഇനി നമ്മള് ഉപ്പു സത്യാഗ്രഹം, അങ്ങനെയുള്ള കീഴരിയൂർ ബോംബ്, മലയാളി മെമ്മോറിയൽ, അങ്ങനെയുള്ളതൊക്കെ വേഗം പഠിച്ച് നമ്മൾ കേരള എന്താ പറയാ ആ ഒരു ഭാഗം, കേരളത്തിന്റെ സാംസ്കാരിക സാമൂഹിക മുന്നേറ്റങ്ങൾ എന്ന് പറയുന്ന ഭാഗം എത്രയും പെട്ടെന്ന് നമുക്കൊരു 3 ദിവസം കൊണ്ടൊക്കെ ഇത് തീർക്കാം കേട്ടോ. അപ്പൊ ഇത്രയുള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. നാളേക്കുള്ള ഇന്ത്യ ഫാക്ട്സ് പരീക്ഷയ്ക്ക് വേണ്ടി നന്നായി പഠിക്കുക എല്ലാവരും കേട്ടോ. അപ്പൊ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.